വിജയമുണ്ടാകുമെന്നും അത് വൻ വിജയമാകുമെന്നും ആത്മവിശ്വാസത്തോടെ പറഞ്ഞ ബാലകൃഷ്ണൻ പെരിയയ്ക്കെതിരെ ഇപ്പോൾ നടപടിയെടുക്കാൻ മുന്നിൽ നിന്നത് അതേ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. എന്ത് തോന്നുന്നു? എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം കാസർഗോഡ് ജില്ലയിലെ എന്ന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്താണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ്. അദ്ദേഹം ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു വലിയ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അതിനകത്ത് അദ്ദേഹം കൊടുങ്ങല്ലൂർ ഭഗവതിയെപ്പോലും പച്ചക്കള്ളം പറയാൻ വേണ്ടി കൂട്ടുപിടിക്കുകയും അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്ന അത്രയും ഒരു നീചനായിട്ടുള്ള മനുഷ്യനാണ്. ഞാനിപ്പോൾ നിങ്ങളോട് വീണ്ടും ആവർത്തിക്കുന്നു, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നെറ്റിയിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും സ്കിൻ അലർജി ഉണ്ട് എന്ന് തെളിയിക്കാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അലർജിയില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. അദ്ദേഹം കാസർഗോട്ടേക്ക് വരുമ്പോൾ കാസർഗോട്ടെ മുസ്ലിം സമുദായം കുറിയിട്ടാൽ അംഗീകരിക്കില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായി. ശ്രീ ബാലകൃഷ്ണൻ പെരിയ, അന്നത്തെ അഭിമുഖം ഞാൻ തന്നെയാണ് അദ്ദേഹത്തോട് ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ കുറി മാറ്റതല്ല, കുറി ഇടാൻ പറ്റാത്ത സാഹചര്യമാണ്, ചാന്താണ് എന്നൊക്കെ പറഞ്ഞ് ക്ഷേത്രങ്ങളിലെയും ആചാരങ്ങളുടെയും ഒക്കെ കാര്യം പറഞ്ഞാണ് അദ്ദേഹം അന്ന് വിശദീകരിച്ചത്. പക്ഷേ താങ്കൾ ഇപ്പോൾ പറയുന്നു അത് മുസ്ലിം വോട്ടിന് വേണ്ടി കാസർഗോഡ് സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ മായ്ച്ചതാണ്. പച്ചക്കള്ളമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കുറി മായ്ച്ച് കാസർഗോഡിന്റെ സെക്യുലറിസത്തിനെ കൊഞ്ഞനം കുത്തുകയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്തത്. അത് മാത്രമല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പാർട്ടിയെ ഇപ്പോൾ മന്ത്രവാദത്തിന്റെയും കൂടോത്രത്തിന്റെയും പാർട്ടിയായി കാസർഗോഡ് ജില്ലയിൽ അദ്ദേഹം മാറ്റി. ഇപ്പോൾ എൻ്റെ വീട്ടിൽ അദ്ദേഹം ഒരു ദിവസം വന്നിട്ട് മന്ത്രവാദിയെയും കൊണ്ട് കുറെ സാധനങ്ങൾ എടുത്തു. അതിൽ അറബിയിലാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ മുസ്ലിംസ് ആണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസിൽ, അദ്ദേഹത്തിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ, നേരത്തെ ഈ പാർട്ടിയിൽ ഉണ്ണിത്താന്റെ വാശി കൊണ്ട് പുറത്തായ കരിമ്പിൽ കൃഷ്ണന്റെ വീട്ടിൽ ഉൾപ്പെടെ ഈ മന്ത്രവാദികളെ കൊണ്ടുവന്നത് ചെയ്യാണ്. KPCC ഓഫീസിൽ പോയി കെ സുധാകരൻ ഇരിക്കുന്ന മേശയുടെ വലിപ്പിൽ നിന്ന് ഈ മന്ത്രവാദിയെയും കൂട്ടിക്കൊണ്ട് സാധനം എടുത്തു. എല്ലാ സ്ഥലത്തും ദുർമന്ത്രവാദം അല്ലെങ്കിൽ അത്തരം ഒരു മന്ത്രവാദിയെ മുന്നിൽ നിർത്തി രാഷ്ട്രീയ നാടകത്തിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും വികലമായ ഒരു കാലഘട്ടത്തിന്റെ താങ്കൾ ചെയ്തത് പൊറുക്കാനാകാത്ത തെറ്റാണെന്ന് കണ്ടെത്തി പുറത്താക്കി എന്നാണ് അവർ പറയുന്നത്. അതിനോടുള്ള പ്രതികരണം എന്താണ്? എന്തിനാണ് താങ്കളെ പുറത്താക്കിയത്? അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ പുറത്താക്കിയത്. ഞാൻ പറയട്ടെ, ഈ രക്തസാക്ഷികളുമായി പുലബന്ധമില്ലാത്ത കാട്ടാളന്റെ പേരാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹം ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസിന്റെ നിർമ്മാണത്തിലേക്ക് 1 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ഹോണററിയം സംഭാവനയായി കൊടുത്തു. എന്നിട്ട് അത് ഫേസ്ബുക്കിലിട്ടു. ഞാൻ 25,000 കൊടുത്ത ആളാണ്, പക്ഷെ ഞാൻ ഫേസ്ബുക്കിലിട്ടില്ല. ഈ കല്യോട്ട കേസിൽ ഇത്രയും നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന കേസിന് 1000 രൂപ സംഭാവന ചെയ്യാത്തൊരു മനുഷ്യനാണ് ഇതിനകത്ത് ധാർമ്മികത ചൂണ്ടിക്കാട്ടി മുമ്പിലേക്ക് വന്നത്. ഈ പ്രശ്നം പരിഹരിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു മനുഷ്യൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഇതിനെ വഷളാക്കി. അതിനുശേഷം വളരെ കൃത്യമായി നിങ്ങൾ പ്രത്യേകം ഞാൻ ഒരു കാര്യം കൂടി പറയാം, കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് അപകടകരമായിട്ടുള്ള ഒരു പ്രവണത വളർന്നു വരികയാണ്. KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ താങ്കളെ പുറത്താക്കാൻ, ഒരു സമുദായത്തെ മാറ്റാൻ, അല്ലെങ്കിൽ അവരോടൊരു അസഹിഷ്ണുത കാണിക്കാനൊക്കെ തയ്യാറാകുമെന്നാണോ? നോക്കൂ, ഈ പുറത്താക്കിയ ആളുകളുടെ മേൽവിലാസം എല്ലാം നിങ്ങൾ അന്വേഷിച്ചു നോക്കണം. അത് മാത്രമല്ല, കേരളത്തിൽ വളരെ കൃത്യമായി നിങ്ങൾ എങ്ങനെയാണ് മുല്ലപ്പള്ളി ഒറ്റപ്പെട്ടത്, എങ്ങനെയാണ് VM സുധീരൻ ഒറ്റപ്പെട്ടത്, ഇന്നിപ്പോ K സുധാകരന് വെളിവില്ലാത്തവൻ എന്ന് പറഞ്ഞു നടക്കുന്നത് ആരാണ്? ഈ പാർട്ടിക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു വിഭാഗത്തിന്റെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കണം. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഗോഡ് ഫാദർ ഇല്ല കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. ഞങ്ങൾ CPM-നെതിരെ യുദ്ധം ചെയ്ത് നിന്നവരാണ്. ഈ രക്തസാക്ഷികൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ പോരാട്ടം നടത്തിയ ആളുകളാണ് ഞങ്ങൾ. ആ രക്തസാക്ഷികൾക്ക് വേണ്ടി ഇപ്പോഴും കേസ് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ ക്ലച്ച് പിടിക്കാത്ത ഒരു മനുഷ്യൻ ഇവിടെ വന്ന് വിജയിച്ചപ്പോ അൽപ്പന് എന്താ പറയുന്നത്, അധികാരം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്ന് പറയുന്നത് പോലെ അദ്ദേഹം മേഞ്ഞ് നടക്കുകയാ കാസർഗോഡ് ജില്ലയിൽ. ഇങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ അത് പാർട്ടി കാണുന്നില്ലേ? അതോ പാർട്ടിയിലുള്ളവരുടെ ആശീർവാദത്തോടു കൂടിയാണോ ഇതെല്ലാം? ഏതു പാർട്ടി? തലക്ക് വെളിവിൽ ആരെങ്കിലും ഈ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കാനുണ്ടോ?